ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സവാക്ക് തിരൂർ യൂനുസ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ സവാക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലബാറിലെ സംഗീത ആചാര്യനും സംഗീത അധ്യാപകനും ആയിരുന്ന ഉസ്താദ് യൂനുസ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഗായകൻ മണി കൈമലശ്ശേരിക്കും ഹിന്ദി ഗായകൻ മുഹമ്മദ് അലി കൂട്ടായിക്കും സമ്മേളനത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റ് ബദറുദ്ദീൻ PT അധ്യക്ഷത വഹിച്ചു. ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പാട്ടല്ലേ, കലയല്ലേ എന്ന് ഞാൻ ദേഷ്യം പിടിച്ചൊന്നും പറയുകയല്ല. ഇത് ചില സമയത്ത് ഇപ്പോൾ എവിടെ സംസാരിക്കുമ്പോഴേ എൻ്റെ നാവത്തുമ്പിൽ അറിയാതെ വന്നു പോകും. അതുകൊണ്ടാണ് ഇവിടെ അത് പറയുന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ വെറുതെ വിടാറില്ല എന്നൊരു ഭാഷയുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. കാരണം എന്താ, ഞാൻ ഉപജീവനമാക്കിയത് കലയാണ്, സംഗീതമാണെന്നുള്ളതുകൊണ്ട് അതിനെ കുറച്ച് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പോണ്ട എന്നുള്ളൊരു നിലപാടാണ് ഞാൻ എടുക്കാറ്. ഞാനതിന് കൃത്യമായ ഉത്തരം കൊടുത്തേ ഒരാളെ മടക്കി അയക്കാറുള്ളൂ. അത് വിജയിച്ചോ വിജയിച്ചില്ല എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കലയെ കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്. ഏതായാലും പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ പാടില്ല, ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. യുനെസ്കോയെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പറയാൻ ഏറ്റവും പ്രിയപ്പെട്ടത് സംഘടന യുനെസ്കോ ഇല്ലെങ്കിൽ ഈ സംഘടന മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് പറയും. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന 2014 മുതലാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളാണ്. അതിനാണ് ഈ സംഘടന അടിത്തറ എന്ന് പറയുന്നത്. 60 ആളുകൾ അംഗത്വം ലഭിക്കുന്നതിൻ്റെ അപേക്ഷ നൽകി 40ഓളം പേർക്ക് അംഗത്വം ലഭിക്കുകയും 26 പേർക്ക് ഇപ്പോൾ നിലവിൽ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുകയും ചെയ്തു. അതിന് കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വേണം വർദ്ധിക്കുന്നതിലൂടെ നിരവധിയായിട്ട് സമര പരിപാടികൾ കേരളത്തിൽ ഉടനീളം അതിലൊക്കെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത ആളായിരുന്നു. ഈശ്വർ തിരൂർ, വേണുഗോപാൽ കൽക്കത്ത, ഗായകൻ യൂസഫ് താനൂർ, സലീം KP, ഹാഷിം CKM, നൌഷാദ് ഷാ, നരൻ ചെമ്പൈ, മണികണ്ഠൻ ഇടമന, മുസ്തഫ PM, മുഹമ്മദ് ഹനീഫ, സുന്ദർ തിരൂർ, ഖാലിദ് താനൂർ, മോളി റാവു, കൃഷ്ണൻ അന്നാര, സീനത്ത് കുർക്കോൾ, സുഹറാബി P, ഖദീജ യൂനസ്, ഹസൻ കുത്തുകല്ല്, KX ലോറൻസ്, ഹംസ കൈനിക്കര, റുക്കിയ വാക്കാട്, സുലു CC, മുനീറ കൂട്ടായി, രമേശ് ശ്രീധർ, രമേശ് ചങ്ങനാശ്ശേരി, ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട്, യാഹു മങ്ങാട്, താജുദ്ദീൻ നിറമരുതൂർ, മനു പ്രസാദ്, റീന തൃക്കണ്ടിയൂർ, ഷമീർ P, അസ്മത് മുഹമ്മദ് അലി തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.